ഹലോ ഫ്രണ്ട്സ്, വെൽക്ം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാം. आज हम बनाने जा रहे കേരള ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ദിഖാएंगे कैसे है. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വാഴയില പറിക്കാനാണ് ഞാൻ ഇറങ്ങിയത്. इडियप्पम बनाने के लिए केला का पत्ता चाहिए. पत्ता के लिए हम अभी इधर आया है. നമുക്ക് വാഴയിലെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം. പത്താ सब अच्छा से धो के आएंगे. 3 കപ്പ് അരിപ്പൊടി വറുത്തത് ഞാൻ എടുത്തിട്ടുണ്ട്. 3 कप रोस्टेड वाला राइस फ्लोर लिया है. अभी इसमें डाल दें 1 टेबल स्पून घी. 1 टेबल स्पून നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമക് डाल दें 1 टेबल स्पून शुगर. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करना है. നല്ലതായിട്ട് അരിപ്പൊടിയിലോട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. अच्छे से मिक्स करना है. ഞാൻ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 3 कप राइस फ्लोर लिया है. 3 कप के लिए 4.5 कप पानी एकदम बॉइल्ड वाला लिया है. 4.5 കപ്പ് വെള്ളമാണ് നന്നായിട്ട് ഞാൻ തിളപ്പിച്ചത്. डाल के अच्छे से मिला देगा. നമുക്കിത് നല്ലതായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിളച്ച വെള്ളം വേണം. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചെടുത്ത് ഇളക്കിയെടുക്കാം. थोड़ा डाल के अच्छे से मिला दीजिएगा. നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. अच्छा से मिक्स कर दिया है. പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളം കൂടിയെന്നും ഇരിക്കും, കുറഞ്ഞെന്നും ഇരിക്കും. राइस फ्लोर का जैसे ही है, पानी थोड़ा कम हो जाएगा, ज़्यादा हो जाएगा. 1 कप राइस फ्लोर के लिए 1 कप और 1/4 कप खाली हुआ है. 1 കപ്പ് വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തു കഴിഞ്ഞു. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. അभी ये ठंडा करने के लिए रखेंगे. ഈ പാത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇല റൗണ്ട് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. बर्तन के लिए केला पत्ता राउंड करके बना के रखा है. इलेलोട്ട് കുറച്ച് നെയ്യ് ഊറ്റണം. അത് हमें थोड़ा घी लगाएंगे. നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഈ ഇല വെച്ച് കൊടുക്കാം. बर्तन में पत्ता रखेंगे. इसका ऊपर में नारियल डालेंगे. തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെ കറി കൂട്ടിയാൽ കഴിക്കുന്നെങ്കിൽ തേങ്ങ മാത്രം വെച്ചിട്ട് ചെയ്താൽ മതി. इडियप्पम करी का साथ खाएगा तो नारियल खाली डाल के बनाने से अच्छा है. नहीं होने से थोड़ा गुड़ और चीनी डाल के बनाएगा तो बढ़िया टेस्ट आ जाएगा. ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ലതായിട്ട് ഞാൻ ഗ്രീസ് ചെയ്തതാണ്. ये मोल्ड में अच्छा से ग्रीस करके लिया है. अभी आटा इसमें डालेंगे. ഇത് അടച്ചു കൊടുക്കുക. अच्छे से बंद करना. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. अभी इडियप्पम बनाएंगे. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ऐसे ही सब बनाएंगे. സ്റ്റീമറിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇടിയപ്പം സ്റ്റീമറിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. अच्छे से स्टीम आ रहे हम लोग इडियप्पम रखेंगे. ഇടിയപ്പം ഇതിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് रखेंगे. ഇടിയപ്പത്തിൻ്റെ സ്വീറ്റ് റോൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇടിയപ്പം का സ്വീറ്റ് റോൾ बनाने जा रहे. अभी नारियल लिया है. തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിനുള്ള ശർക്കര പൊടി ഇട്ട് കൊടുക്കുക. गुड़ डाल दें. गुड़ का पाउडर है. ശർക്കര ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പീസ് ഇല എടുത്തിട്ടുണ്ട്. 1 पीस केला का पत्ता लिया है. इसमें थोड़ा घी डाल दें. നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കുകയാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ. അതിനകത്ത് ശർക്കര വെച്ച് കൊടുക്കാം. ശർക്കര തേങ്ങ ഗൂഡോ നാരിयल रखेंगे. मर्चिट കൊടുക്കുക. अभी ऐसे फोल्ड कर दीजिए. इधर भी ऐसे फोल्ड कर दीजिए. ऐसे मोड़ के रखेंगे. നമുക്ക് മറിച്ചിട്ട് വെച്ച് കൊടുക്കാം. നന്നായി നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. घी डाला है. अच्छा से स्प्रेड करके डालना है. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കണം. ശർക്കരയും തേങ്ങയും വെച്ച് കൊടുക്കാം. गुड़ और नारियल डाल ऐसे मोड़ देंगे. നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നോക്കിക്കേ, ऐसे ही मोड़ना है. एक तरफ से मोड़ के बंद करना है. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കാം.
ऐसे ही सब बनाएंगे. ഇടിയപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് സ്റ്റീം വന്നു കഴിഞ്ഞു. दूसरा एक टू स्टीमर रखा है, अच्छा से स्टीम आ गया. इडियप्पम रोल, स्वीट रोल अभी रखेंगे. നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് रखेंगे. നമ്മുടെ ഇടിയപ്പത്തിന്റെ റോളും സ്വീറ്റ് റോളും റെഡി ആയി കഴിഞ്ഞു. ഇടിയപ്പം और इडियप्पम स्वीट रोल भी रेडी हो गया. ऑफ करेंगे. നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. सर्विंग डिश में डालेंगे. നമുക്ക് സെർവിംഗ് ഡിഷിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിന്റെ റോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. റെഡി ആയി കഴിഞ്ഞു. ഇടിയപ്പം और इडियप्पम का रोल रेडी हो. ഇടിയപ്പം എടുക്കാം. ഇടിയപ്പം निकाल कर ഇടിയപ്പത്തിന്റെ സ്വീറ്റ് റോൾ നമുക്ക് എടുക്കാം. അടുത്ത എടുക്കാം. നമ്മുടെ ഇടിയപ്പം റെഡി ആയി കഴിഞ്ഞു. ഞാൻ മുട്ടക്കറിയാണ് വെച്ചിരിക്കുന്നത്. इडियप्पम का नीचे हम खाली नारियल रखा है, इसके साथ करी चाहिए. अभी इडियप्पम और मटर करी रेडी हो गया. अंडा का करी, ये कॉम्बिनेशन बहुत बढ़िया है. चिकन और मटर कुछ भी करी के साथ ये बढ़िया. स्वीट रोल ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നോക്കാം. സ്വീറ്റ് റോൾ പത്താ से निकाल के देखेंगे कैसे है. നമ്മുടെ സ്വീറ്റ് റോൾ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് വേറൊരു പാത്രത്തിനകത്ത് വെച്ച് കൊടുക്കാം. നമുക്കൊരു സ്വീറ്റ് റോൾ കട്ട് ചെയ്ത് നോക്കാം. സ്വീറ്റ് റോൾ കൂടെ കട്ട് करके देखेंगे इसे देखिएगा. ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ശർക്കരയ്ക്കകത്ത് ഞാൻ ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഏലക്ക ഇട്ട് തന്നെ ഉണ്ടാക്കണം. गुड़ में हम इलायची डाला था, बोलने के लिए भूल गया. अब इलायची डाल के ही बनाना है. बहुत बढ़िया टेस्ट आ जाएगा. केरला का स्पेशल डिश है ये अंडा करी और इडियप्पम. बहुत बढ़िया टेस्ट है. कॉम्बिनेशन भी बहुत बढ़िया है. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്വീറ്റ് റോളും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. चिकन करी और मटन करी का साथ बहुत बढ़िया टेस्ट है इडियप्पम. सब लोग थोड़ा ट्राई करके देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.